പാശ്ചാത്യ ഉപരോധങ്ങളുടെയും കടുത്ത അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകളുടെയും നടുവിൽ നിന്ന് ആഗോള വ്യോമയാന മേഖലയെ ഞെട്ടിക്കുന്ന വൻ മുന്നേറ്റവുമായി റഷ്യ. അമേരിക്കൻ വിമാന നിർമ്മാണ ഭീമന്മാരായ ബോയിങ്ങിനും യൂറോപ്യൻ ശക്തികളായ എയർബസിനും നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റഷ്യയുടെ അത്യാധുനിക യാത്രാ വിമാനമായ യാക്കോവ്ലെവ് MC-21-310 അതിന്റെ കന്നി പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പാശ്ചാത്യ സാങ്കേതിക വിദ്യകളെയും ഘടകഭാഗങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കി റഷ്യൻ നിർമ്മിത എഞ്ചിനും സാങ്കേതിക വിദ്യകളും മാത്രം ഉപയോഗിച്ചാണ് ഈ വിമാനം ആകാശത്തേക്ക് ചിറകുയർത്തിയത് എന്നത് ക്രെംലിന് ചരിത്രപരമായ നേട്ടമാണ്. റഷ്യയുടെ ആഭ്യന്തര വ്യോമയാന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് നടന്ന ഈ പരീക്ഷണ പറക്കൽ 1 മണിക്കൂറും 23 മിനിറ്റും നീണ്ടുനിന്നു. വിമാനത്തിന്റെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമതയും എയറോഡൈനാമിക് ഘടനയും കൃത്യമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ യാത്ര. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സർവീസുകൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ ഔദ്യോഗിക സർട്ടിഫിക്കേഷനുകൾ നേടിയെടുക്കുന്നതിനുമുള്ള റഷ്യയുടെ പരിശ്രമങ്ങൾക്ക് ഈ വിജയം വലിയ ഊർജമാണ് പകർന്നു നൽകിയത്. ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേലേൽപ്പിച്ച കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങളാണ് റഷ്യ ഇത്തരമൊരു വിപ്ലവകരമായ മാറ്റത്തിന് നിർബന്ധിതരാക്കിയത്. മുൻപ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഘടകഭാഗങ്ങളെയും എഞ്ചിനുകളെയും ആശ്രയിച്ചാണ് റഷ്യൻ വിമാന നിർമ്മാണം മുന്നോട്ട് പോയത്. എന്നാൽ ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ബോയിങ്ങും എയർബസും റഷ്യയിലേക്കുള്ള വിമാന ഭാഗങ്ങളുടെ വിതരണവും അറ്റകുറ്റപ്പണികളും പൂർണ്ണമായി നിർത്തിവെച്ചു. ഈ പുതിയ നാഴികക്കല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന PD-14 എഞ്ചിനുകളാണ്. പാശ്ചാത്യ എഞ്ചിനുകൾക്ക് പകരമായി റഷ്യ പൂർണ്ണമായും സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ നൂതന ടർബോഫാൻ എഞ്ചിനുകൾ. ഇന്ധനക്ഷമതയിലും പരിസ്ഥിതി സൗഹൃദപരമായ പ്രകടനത്തിലും വിദേശ എഞ്ചിനുകളോട് കിടപിടിക്കുന്നതാണ് PD-14. ലോക വ്യാപാര രംഗത്ത് ആധിപത്യം പുലർത്തുന്ന ബോയിങ് 737 മാക്സ്, എയർബസ് A320 നിയോ എന്നീ ജനപ്രിയ വിമാനങ്ങൾക്ക് നേരിട്ടുള്ള ബദലായാണ് റഷ്യ MC-21 വിപണിയിലെത്തിക്കുന്നത്. ഇടത്തരം ദൂരപരിധിയിലുള്ള വിമാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന MC-21 യാത്രക്കാരുടെ ശേഷിയിലും യാത്രാസുഖത്തിലും വിദേശ വിമാനങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുമെന്നതാണ് റഷ്യൻ വ്യോമയാന വിദഗ്ധരുടെ അവകാശവാദം. റഷ്യൻ വ്യോമയാന മേഖലയെ വിദേശ ആശ്രിതത്വത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുക എന്ന വിശാലമായ ലക്ഷ്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ക്രെംലിനും ഉള്ളത്. വരും വർഷങ്ങളിൽ തങ്ങളുടെ ആഭ്യന്തര എയർലൈനുകൾക്ക് ആവശ്യമായ വിമാനങ്ങൾ മുഴുവൻ സ്വന്തമായി നിർമ്മിക്കാനാണ് റഷ്യ പദ്ധതിയിടുന്നത്. ഈ വലിയ ദൗത്യത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പാണ് MC-21-310 വിജയകരമായ പരീക്ഷണ പറക്കൽ. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും സാങ്കേതിക മേഖലയെയും തളർത്തുമെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. എന്നാൽ ആ നിഗമനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റഷ്യൻ വ്യവസായ മേഖല തിരിച്ചുവരവ് നടത്തുന്നത്. വിമാന നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന കോമ്പോസിറ്റ് സാമഗ്രികളും ഏവിയോണിക്സ് സംവിധാനങ്ങളും കൺട്രോൾ പാനലുകളും വരെ റഷ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപായി ഇനിയും നിരവധി പരീക്ഷണ പറക്കലുകളും സുരക്ഷാ പരിശോധനകളും വിമാനം പൂർത്തിയാക്കേണ്ടതുണ്ട്. വിവിധ കാലാവസ്ഥകളിലും കഠിനമായ സാഹചര്യങ്ങളിലും വിമാനത്തിന്റെ പ്രകടനം വിലയിരുത്തപ്പെടും. റഷ്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്തിമാനുമതി ലഭിച്ചാലുടൻ തന്നെ വിമാനം റഷ്യയിലെ മുൻനിര എയർലൈനുകളുടെ ഭാഗമായി മാറും. റഷ്യൻ എയർലൈൻസുകളായ എയ്റോഫ്ലോട്ട് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിലവിൽ ബോയിങ്, എയർബസ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാതെ പ്രതിസന്ധി നേരിടുന്നുണ്ടായിരുന്നു. അതിനാൽ തദ്ദേശീയമായ MC-21 വിമാനങ്ങൾ ഉൽപാദനം പൂർത്തിയാക്കി വിപണിയിലെത്തുന്നത് റഷ്യൻ വ്യോമയാന മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. റഷ്യയുടെ ഈ വിജയം പാശ്ചാത്യ വിമാന നിർമ്മാതാക്കൾക്കും വലിയൊരു മുന്നറിയിപ്പാണ്. റഷ്യൻ വിപണി പൂർണ്ണമായും ബോയിങ്ങിനും എയർബസിനും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഭാവിയിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് റഷ്യൻ വിമാനങ്ങൾ മികച്ചൊരു ബദലായി മാറുകയും ചെയ്യും. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് MC-21 വിമാനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും റഷ്യ മുന്നിൽ കാണുന്നുണ്ട്. വിമാനത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായ ആയിരക്കണക്കിന് റഷ്യൻ എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും വലിയൊരു അംഗീകാരമാണ് ഈ പരീക്ഷണ പറക്കൽ. സാങ്കേതിക വിദ്യാ വിതരണം പെട്ടെന്ന് നിലച്ചപ്പോൾ 0-ൽ നിന്ന് തുടങ്ങി കേവലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു അത്യാധുനിക യാത്രാവിമാനം നിർമ്മിച്ചു പറത്താൻ കഴിഞ്ഞത് റഷ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്.
MC-21 310ന്റെ വിജയം റഷ്യൻ ആഭ്യന്തര വിപണിയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുകയും ചെയ്യും. വിമാന നിർമ്മാണ ആവശ്യങ്ങൾക്കായി പ്രാദേശികമായി നൂറുകണക്കിന് ചെറിയ അനുബന്ധ വ്യവസായശാലകളാണ് റഷ്യയിൽ പുതുതായി രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പുതിയ വിമാനങ്ങളുടെ വൻതോതിലുള്ള ഉൽപാദനം നടപ്പാക്കുക എന്നത് റഷ്യയ്ക്ക് മുന്നിലുള്ള അടുത്ത വലിയ വെല്ലുവിളിയാണ്. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും പ്രതിവർഷം 10,000-കണക്കിന് ഭാഗങ്ങൾ കൃത്യസമയത്ത് നിർമ്മിച്ചു നൽകി ഘട്ടങ്ങളായി വിമാനങ്ങൾ പുറത്തിറക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഗ്ലോബൽ വ്യോമയാന ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പാശ്ചാത്യ വിമാന നിർമ്മാണ കമ്പനികളുടെ കുത്തക തകർക്കാൻ റഷ്യയ്ക്ക് സാധിക്കുമോ എന്നത് വരും വർഷങ്ങളിലെ ഉൽപാദന വേഗതയെ ആശ്രയിച്ചിരിക്കും. ഉപരോധങ്ങളുടെയും ഉപരോധ ഭീഷണികളുടെയും നടുവിലും സ്വന്തം കാലിൽ നിൽക്കാൻ റഷ്യ പ്രാപ്തമാണെന്ന് തെളിയിക്കുന്ന പ്രതീകമായി MC-21 മാറിയിരിക്കുന്നു. ആകാശത്ത് അമേരിക്കൻ യൂറോപ്യൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ റഷ്യൻ നിർമ്മിത വിമാനം സജ്ജമായി കഴിഞ്ഞു. ഈ സന്ദേശമാണ് ഈ വിജയകരമായ കന്നിപ്പറക്കലിലൂടെ മോസ്കോ ലോകത്തിന് നൽകുന്നത്.